ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നീക്കുമാറാകട്ടെ. ഒളിമ്പസ് ഡീപ് ഇക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ നമ്മൾ ഇന്നലെ വരെ സംസാരിച്ചു വന്നത് സിസ്റ്റം ഡൈനാമിക്സിനെ കുറിച്ചാണ്. അപ്പോൾ സിസ്റ്റം ഡൈനാമിക്സിലൂടെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇക്കോ സ്പിരിച്വാലിറ്റി, ഡീപ് ഇക്കോളജി, ഇക്കോ സൈക്കോളജി തുടങ്ങിയ ചില ഡൈനാമിസങ്ങളെ കുറിച്ച് പഠിച്ചു. അപ്പൊ അത്തരം ഡൈനാമിസങ്ങൾ സത്യത്തിൽ കൺവെൻഷണൽ ശാസ്ത്ര ലോകം നിരീക്ഷിക്കുന്ന ഒന്നല്ല. അവർ അംഗീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, അവർ നിരീക്ഷിക്കുന്നില്ല, അങ്ങനെ ഒരു വഴിയിലേക്ക് പോകുന്നില്ല. അപ്പോ അവിടെ നമ്മൾ ഇവ ഓരോന്നും എന്ത് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കുകയാണ്. അതിൽ നമ്മൾ ഈ ദിവസം മുതൽ നമ്മൾ അന്വേഷിക്കുന്ന ഒന്ന് പ്രകൃതിയുടെ ആത്മീയത എന്നുള്ള ഒന്നാണ്. അതാണ് പുതിയൊരു അധ്യായം, 7ാമത്തെ അധ്യായം, പ്രകൃതിയുടെ ആത്മീയത എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഈ വിധമാണ്. The spirit in conventional belief is an external divine force for heaven's sake. പാരമ്പര്യ വിശ്വാസത്തിലെ ആത്മാവ് അഥവാ സ്പിരിറ്റ് എന്ന വാക്ക് നമ്മൾ പതിവായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ അർത്ഥം പലർക്കും വ്യക്തമല്ല. സ്പിരിറ്റ് എന്നത് ശരീരത്തെ സജീവമാക്കുകയും ചലിപ്പിക്കുകയും ചെയ്യുന്ന, ഉള്ളിൽ അലിഞ്ഞിരിക്കുന്ന അവ്യക്തമായ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് കാഴ്ചയിൽ കാണാവുന്ന ഒന്നല്ല, മറിച്ച് ആന്തരികമായ ഒരു ചലനശേഷിയാണ്. പാരമ്പര്യ വിശ്വാസപ്രകാരം ഈ സ്പിരിറ്റ് ശരീരത്തിന് പുറത്തു നിന്ന് വരുന്നു, ശരീരത്തിൽ പ്രവേശിച്ച് സജീവമാക്കി തന്റെ ഉത്തരവാദിത്തം കഴിയുമ്പോൾ പുറത്തു പോകുന്നു. ഈ സ്പിരിറ്റിനെ ദൈവത്തിന്റെ ആത്മാവായി, പരമാത്മാവായി അല്ലെങ്കിൽ ഒരു ദൈവിക ശക്തിയായി കാണുന്നു. ഈ ആത്മാവ് ഒരു ലക്ഷ്യം നിറവേറ്റാൻ താൽക്കാലികമായി ശരീരത്തിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം. ഈ ആശയപ്രകാരം സ്പിരിറ്റ് മനുഷ്യന്റെ ഭാഗമല്ല, ഈ ലോക ജീവിതത്തിനായോ ശരീരത്തിനായോ അല്ല, മറിച്ച് സ്വർഗത്തിനായി മനുഷ്യ ജീവിതത്തെ സജീവമാക്കുന്ന ഒരു വേറിട്ട ശക്തിയാണിത്. ഇവിടെ നിന്നുമാണ് സ്പിരിറ്റിനെ പറ്റിയുള്ള ശാസ്ത്രയുക്തമായ സമീപനത്തെ നാം അറിയേണ്ടത്. അപ്പോ ഇതാണ് നമ്മുടെ ആദ്യത്തെ പാഠം. 7ാമത്തെ അധ്യായത്തിലെ അല്ലെങ്കിൽ 7ാമത്തെ അധ്യായത്തിലെ അടുത്ത പാഠം ഇതാണ്: പാരമ്പര്യ വിശ്വാസത്തിലെ ആത്മാവ്. ഈ ആത്മാവ് എന്ന പദം അല്ലെങ്കിൽ സ്പിരിറ്റ് എന്നുള്ള പദം നമ്മൾ ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്നുണ്ട്. ജീവിതത്തില് കാര്യങ്ങളെ മുഴുവൻ നയിക്കുന്നത് ആത്മാവാണെന്നും നമ്മുടെ ആന്തരികമായിട്ടുള്ള കോർ എന്ന് പറയുന്നത് ആത്മാവാണെന്നും നമ്മൾ പറയാറുണ്ട്. അപ്പോ ഏതൊരു ചലിക്കുന്ന വസ്തുവിനെയും ചലിപ്പിക്കുന്ന ആന്തരിക ശേഷി എന്നുള്ള അർത്ഥത്തിലാണ് സ്പിരിറ്റ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അതായത് ഒരു ശരീരത്തെ സജീവമാക്കുന്നത്, ചലിപ്പിക്കുന്ന ഒന്ന്. അതെവിടെയാണ് ഇരിക്കുന്നത്? അകത്താണ്. പുറത്തു നിന്ന് ഇപ്പൊ ഒരു മോട്ടോർ ചലിക്കുമ്പോൾ ആ മോട്ടോർ ഒരു യന്ത്രത്തിന് ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ട് ആ മോട്ടോറിനെ ചലിപ്പിക്കുന്ന പോലെ. അപ്പൊ ആ ചലന ഊർജം വെളിയിൽ നിന്നാണ് കൊടുക്കുന്നത്. അങ്ങനെയൊന്നല്ലാതെ അകത്തു നിന്നും ചലിപ്പിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ, അത്തരം സംവിധാനങ്ങളെല്ലാം തന്നെ അത്ഭുതകരമാണ്. മനുഷ്യനെ സംബന്ധിച്ചോളം അത്ഭുതം ജനിപ്പിക്കുന്നതാണ്. ഇപ്പൊ ആന്തരിക ദഹന യന്ത്രങ്ങൾ എന്ന് പറയുന്നത് കേവലം പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്നു, പക്ഷെ ഇന്റേണലി അതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്റേണലി ആ സംഭവം, ആ യന്ത്രത്തെ, ആ വാഹനത്തെ മുഴുവൻ ചലിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് അത്ഭുതകരമാണ്. ഇപ്പോ ആധുനിക കാലത്ത് അതിനൊരു അത്ഭുതമില്ല. കാരണം എന്താ വെച്ചാൽ ബാറ്ററി, പെട്രോൾ തുടങ്ങിയ ഒട്ടേറെ സംവിധാനങ്ങൾ നമുക്ക് ആന്തരിക പ്രവർത്തനങ്ങൾക്കായിട്ടുണ്ട്. പക്ഷെ ഇത് കഴിയുമ്പോൾ വീണ്ടും പുറത്തുനിന്ന് വരേണ്ടതുണ്ട്. അപ്പൊ ഇതേ സങ്കല്പത്തിൽ തന്നെയാണ് ഇപ്പൊ നമ്മൾ നമ്മുടെ ശരീരത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മൾ ശരീരത്തിലേക്ക് ഭക്ഷണം കൊടുക്കുന്നു, ഭക്ഷണം അകത്ത് നിന്ന് ഊർജത്തെ ഉൽപ്പാദിപ്പിക്കുന്നു, ആ ഊർജം ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നു. ഊർജം കഴിയുന്നതോടുകൂടി ശരീരം തളരുന്നു, പിന്നെയും ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരവസ്ഥ. ഇതല്ല എന്നുള്ള അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. ആന്തരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അത് നിലനിൽക്കാൻ സാധിക്കുമെന്ന് ഉള്ള ഒട്ടേറെ കാഴ്ചപ്പാടുകളും ലോകത്തുണ്ട്. അപ്പോ എന്താണെങ്കിലും ഈ അകത്തു നിന്നും പ്രവർത്തിക്കുന്ന ആ ഒന്ന്, അതിനെയാണ് സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവ് എന്ന് നമ്മൾ പതിവായി പറയുന്നത്. പക്ഷെ ഇത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത പല ഇടത്തുമില്ല. അപ്പോ ഈ സ്പിരിറ്റിന്റെ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ ശരീരത്തെ സജീവമാക്കി നിർത്തുക എന്നുള്ളതാണ്, അതിനെ ചലിപ്പിക്കുക എന്നുള്ളതാണ്. ആ ചലിപ്പിക്കാനുള്ള ആ ഒരു ശേഷി എന്ന് പറയുന്നത് ശക്തിയാണ്.
പക്ഷെ അത് അവ്യക്തമാണ്. അത് എങ്ങനെയാണ് വരുന്നത് നമുക്ക് അറിയുന്നില്ല, അവ്യക്തമാണ്. അത് ശരീരത്തിൽ അലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് നമ്മുടെ ശരീരം എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിച്ച് ഗ്ലൂക്കോസ് പേശികളിൽ ഊർജ്ജമായി വിസ്ഫോടിച്ച് പേശികളെ ചലിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഈ ഈ ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കാനും പോലുമുള്ള ശക്തിയുണ്ടല്ലോ, ഈ ശക്തി എവിടെ നിന്നാണ് വരുന്നത്? അത് എന്ത് അവസ്ഥയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് എന്നത് നമുക്ക് ഇനിയും വ്യക്തമല്ല. ശാസ്ത്രലോകത്തിനും വ്യക്തമല്ല, ആധ്യാത്മിക ലോകത്തിനും വ്യക്തമല്ല. അപ്പോ ഇത് അവ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഉണ്ടാവുന്നത്. അപ്പോ നമുക്ക് കാണാവുന്ന ഒന്നല്ല, നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നേ അല്ല. ഇപ്പോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ ഗ്ലൂക്കോസ് കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു എനർജി ഡ്രിങ്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തേജനം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഒന്നല്ല ഈ ജീവന്റെ ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്, ആന്തരിക ചലനം എന്ന് പറയുന്നത്. അപ്പോ ഈ പാരമ്പര്യ വിശ്വാസപ്രകാരം എന്താണെന്ന് വെച്ചാൽ ഈ സ്പിരിറ്റ് ശരീരത്തിന്റെ പുറത്തു നിന്ന് വരുന്നു. അതായത് ശരീരം രൂപം കൊണ്ട് പ്രവർത്തിച്ച് കുറച്ചങ്ങ് വലുതായി കഴിയുമ്പോൾ, അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് രൂപം കൊണ്ട് കുറച്ചു വലുതായി കഴിയുമ്പോൾ പുറത്തു നിന്നും പെട്ടെന്ന് അതിനകത്തേക്ക് കയറി ഈ ഉണ്ടായിക്കഴിഞ്ഞ പ്രവർത്തിച്ചു തുടങ്ങിയ ആ ശരീരത്തിലേക്ക് ഈ ആത്മാവ് വന്ന് കയറി അവിടെ ഇരുന്നു കൊണ്ട് എന്താ പറയാ, അതിനെ പ്രവർത്തിപ്പിച്ച് സജീവമാക്കുന്നു, ചലിപ്പിക്കുന്നു. എന്തോ ഒരു കാര്യത്തിന് വേണ്ടി. അത് അവിടുത്തെ കാര്യമല്ല, അത് വെളിയിലുള്ള ഒരു കാര്യമാണ്. വെളിയിലുള്ള കാര്യത്തിന് വേണ്ടി അവിടെ വന്നിട്ട് അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ആ പണി കഴിയുന്ന സമയത്ത് അവിടുന്ന് പോകുന്നു. പോകുന്നതോടുകൂടി മരണം സംഭവിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഉണ്ടായിക്കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് വെളിയിൽ നിന്ന് വരുന്ന ഒന്ന്, അത് ഉണ്ടായിക്കഴിഞ്ഞ് ഉള്ള ആ ഒരു കാലഘട്ടം പ്രവർത്തിപ്പിക്കുന്നു. അതിനുശേഷം വെളിയിലേക്ക് വന്നു. വെളിയിലേക്ക് പോയതിനു ശേഷം ശരീരം എവിടെയുണ്ട്, പിന്നെ ശരീരം ജീർണിച്ചു പോവുക എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. സത്യത്തിൽ അത് അങ്ങനെ ഒരു സംഭവമാണോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അപ്പോ ഈ പറയുന്ന സ്പിരിറ്റിൽ ഈ ഉത്തരവാദിത്തം കഴിയുമ്പോൾ വെളിയിലേക്ക് ചാടിപ്പോകുന്ന ആ സ്പിരിറ്റ് ഉണ്ടോ, ആ സ്പിരിറ്റിനെ ദൈവത്തിന്റെ ആത്മാവായിട്ടാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിനെ ചലിപ്പിക്കുന്നതിനെ നമ്മൾ ആത്മാവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ വന്ന് നമ്മളെ ചലിപ്പിച്ചിട്ട് പിന്നെ ദൈവത്തിലേക്ക് തിരിച്ചു പോകുന്നു. അല്ലെങ്കിൽ പരമാത്മാവാണ് ഈ വരുന്നത്. പരമാത്മാവ് ലോക്കലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ജീവാത്മാവ് എന്ന് വിളിക്കുന്നു എന്ന രീതിയിലാണ് സാധാരണ രീതിയിൽ കാണുന്നത്. ഈ ആത്മാവ് ഒരു ലക്ഷ്യം നിറവേറ്റാനായിട്ട്, ആ പരമാത്മാവിന്റെ ലക്ഷ്യം നിറവേറ്റാനായിട്ട് താൽക്കാലികമായി ശരീരത്തിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം. അപ്പോ ഈ ഉപരിയായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിന്റെ ദൈവിക ശക്തിയുടെ ആ സംവിധാനത്തിന്റെ ഭാഗമല്ല. ഈ ആശയപ്രകാരം സ്പിരിറ്റ് മനുഷ്യന്റെ ഭാഗമല്ല. ക്ഷമിക്കുക, ഞാൻ മുമ്പേ പറഞ്ഞത് ദൈവികമായ ശക്തിയുടെ ഭാഗമാണ്, അത് മനുഷ്യന്റെ ഭാഗമല്ല. ഈ ലോക ജീവിതത്തിനായോ ശരീരത്തിനായോ അല്ല അതുണ്ടായിട്ടുള്ളത്, അത് നിലനിൽക്കുന്നത്. മറിച്ച് സ്വർഗത്തിനായി മനുഷ്യജീവിതത്തെ സജീവമാക്കുന്ന ഒരു വേറിട്ട ശക്തിയാണ് എന്നുള്ളതാണ്. ഇതാണ് കൺവെൻഷണൽ ആയിട്ടുള്ള ബിലീഫ്. അത് മിക്കവാറും ഇതിനേക്കാളും ഒരു അല്പം കൂടിയോ കുറഞ്ഞോ ആണ് മതങ്ങളിൽ ഒക്കെ ഇത് പറയുന്നത്. പക്ഷെ പാരമ്പര്യ വിശ്വാസം എന്ന് പറയുന്നത് മതം മാറുന്നത് മാത്രമല്ല കേട്ടോ. അതല്ലാണ്ട് ഇതിന്റെ സാങ്കേതികമായി പ്രവർത്തിക്കുന്നത്, ഇപ്പോൾ സിദ്ധസമ്പ്രദായ പ്രകാരം, സിദ്ധ ദർശനങ്ങൾ പ്രകാരം ഇതിങ്ങനെയൊന്നും അല്ല. വെളിയിൽ നിന്നൊരു സാധനം ചാടി അകത്ത് കയറിയിട്ട് പിന്നെ ഇതെല്ലാം പ്രവർത്തിച്ച് വെളിയിൽ പോകുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. സാഖ്യ ദർശനങ്ങൾ അങ്ങനെയല്ല പറയുന്നത്, യോഗ ദർശനങ്ങൾ അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ അതിനെ മതവൽക്കരിക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് വീതി കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ വെളിയിൽ നിന്ന് ചാടി അകത്ത് വന്ന് വെളിയിലേക്ക് പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഒരു നിലയിൽ നിന്നുകൊണ്ടാണ് സ്പിരിറ്റിനെ പറ്റിയുള്ള ശാസ്ത്രയുക്തമായ സമീപനത്തെ നമ്മൾ അറിയേണ്ടത്. യഥാർത്ഥത്തിൽ ഈ സ്പിരിറ്റ് എന്ന് പറയുന്ന സംഭവം എന്താ? സ്പിരിറ്റ് ശാസ്ത്രീയം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോ ആന്തരദഹന യന്ത്രത്തിലെ ആ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഈ ഇലക്ട്രിസിറ്റി എന്നുള്ളതിനെ, അല്ലെങ്കിൽ എന്താ പറയാ, മോട്ടീവ് ഫോഴ്സ്, കൈനറ്റിക് എനർജിയെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു സംവിധാനത്തെ നമ്മൾ എന്ത് വിളിച്ചിരുന്നു പണ്ട് നമുക്കറിയില്ല. അതിനെ നമ്മളൊരു സംഭവം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. കണ്ടെത്തി നമ്മൾ പ്രയോജനത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നമുക്കതിന് ചില നിർവചനങ്ങളൊക്കെ ഉണ്ടായി. ആ നിർവചനങ്ങൾക്കനുസരിച്ച് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്കതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ബാറ്ററി ഇട്ടാൽ ഒരു ഉപകരണം വർക്ക് ചെയ്യുമെന്ന് പറയുന്നത് നമുക്ക് സംശയമൊന്നുമില്ല. കാരണം മോട്ടീവ് ഫോഴ്സ് എന്നുള്ളത് നമ്മൾ അകത്തുനിന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ പുറത്തുനിന്ന് അത് അകത്ത് ഇട്ടിട്ടാണ് വരുന്നത്. അപ്പൊ മോട്ടീവ് ഫോഴ്സ് എന്നുള്ള ആ ഒരു ഊർജം, ഒരു പ്രേരകം, പ്രേരണാശക്തി അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തെളിവുണ്ട്, വ്യക്തതയുണ്ട്, അതിന് പ്രായോഗിക ജ്ഞാനമുണ്ട്.
ഇനി അത് എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന് ശാസ്ത്രയുക്തമായ രീതിയിൽ നമുക്ക് എങ്ങനെ അതിനെ മനസ്സിലാക്കാം, ഈ സ്പിരിറ്റ് എന്നുള്ള അവസ്ഥയെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നതാണ് ഇനിയുള്ള പാഠങ്ങളിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, പാരമ്പര്യ വിശ്വാസത്തിലെ ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ ഭാഗമല്ല, നമ്മുടെ ശരീരത്തിന്റെ ഭാഗമല്ല, ഈ ലോകത്തിന്റെ ഭാഗമല്ല. അത് വെളിയിൽ നിന്ന് ഇവിടെ വന്ന് താൽക്കാലിക പണികൾ കാണിച്ച് തിരിച്ചു പോകുന്നതാണ്. അങ്ങനെ ഒന്നല്ല. സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു സത്തയെ, ഒരു വ്യവസ്ഥയെ സജീവമാക്കാനുള്ള ആന്തരിക പ്രേരണയാണ്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി അത് എന്താണ് ബാക്കിയുള്ള രീതിയിൽ ശാസ്ത്ര സമീപനത്തിൽ അല്ലെങ്കിൽ ശാസ്ത്രയുക്തമായ സമീപനത്തിൽ നമുക്ക് അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പരിശോധിക്കാം. അതുവരേക്കും നിങ്ങളുടെ നിരീക്ഷണങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.